നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമ്പലപ്പുഴ കരൂരിലെ വിജയലക്ഷ്മിയുടെ കൊലപാതകം ഇതൊരു അവിഹിത പ്രതികാരമാണ്. ദൃശ്യം സിനിമ പലവട്ടം കണ്ട ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തുമ്പോൾ അതേ മോഡലിൽ തന്നെയാണ് തെളിവ് നശിപ്പിക്കാൻ ഒരുങ്ങിയതും. അമ്പലപ്പുഴ കരൂരിൽ നിന്ന് വിജയലക്ഷ്മിയെ കാണാതാകുന്നു. 2 ആഴ്ച നീണ്ട ദുരൂഹതകൾക്കൊടുവിലാണ് ഇപ്പോൾ കൊലപാതക വിവരം പൂർണ്ണമായി ചുരുൾ നിവരുന്നത്. നവംബർ 4-നായിരുന്നു വിജയലക്ഷ്മി അമ്പലപ്പുഴയിലെത്തിയത്. 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കാണാനില്ല എന്ന് ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിൽ എറണാകുളം ഡിപ്പോയിലെ KSRTC ബസ്സിൽ നിന്ന് ഒരു ഫോൺ ലഭിക്കുന്നു. ഫോൺ ലഭിച്ച കണ്ടക്ടർ ഇത് പോലീസിന് കൈമാറി. അതായിരുന്നു ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തലം. ഫോണിൽ നിന്ന് ജയചന്ദ്രനും വിജയലക്ഷ്മിയും തമ്മിലയച്ച സന്ദേശങ്ങൾ പോലീസ് കണ്ടെടുക്കുന്നു. ഇതോടെ വിജയലക്ഷ്മി അവസാനമായി സംസാരിച്ചത് ജയചന്ദ്രനുമായാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു. ജയചന്ദ്രനെ തേടി പോലീസ് അമ്പലപ്പുഴയിലെ അയാളുടെ വീട്ടിലെത്തി. എന്നാൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. സാധാരണഗതിയിൽ മീൻ പിടിക്കാൻ പോയാൽ ഒരാഴ്ച കഴിഞ്ഞേ മടങ്ങൂ എന്ന് ഭാര്യ സുനിമോൾ. ജയചന്ദ്രനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സുനിമോളോട് പോലീസ് തിരക്കി. സുനിമോളിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ഇതിനിടയിൽ പോലീസിന് വീണ് കിട്ടി. വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം സുനിമോൾക്കറിയാമായിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. തുടർന്ന് സുനിമോളെ ചോദ്യം ചെയ്തപ്പോൾ ചില കഥകൾ സുനിമോൾ തന്നെ വ്യക്തമാക്കി. മത്സ്യവില്പന നടത്തുന്നയാളാണ് വിജയലക്ഷ്മി. ജയചന്ദ്രൻ കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് വിജയലക്ഷ്മിയെ പരിചയപ്പെട്ടത്. പിന്നീട് ഇരുവർക്കുമിടയിൽ വലിയ സൗഹൃദം, അത് അവിഹിതത്തിലേക്ക് വളർന്നു. ഇത് മനസ്സിലാക്കിയ സുനിമോൾ വിജയലക്ഷ്മിയെ കാണാൻ കരുനാഗപ്പള്ളിയിലെത്തുന്നു. തന്നെ ജയചന്ദ്രൻ അഗാധമായി സ്നേഹിക്കുന്നുവെന്നും ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് സ്ഥിരമായി തങ്ങൾ കണ്ടുമുട്ടാറുണ്ട് എന്നും വിജയലക്ഷ്മി സുനിമോളോട് പറയുന്നു. തനിക്ക് പലപ്പോഴും പണം നൽകിയിരുന്നു ജയചന്ദ്രൻ എന്ന് വിജയലക്ഷ്മി സുനിമോളോട് പറഞ്ഞു. വീട്ടുജോലി നോക്കുകയായിരുന്നു സുനിമോൾ. മകൻ വിദ്യാർത്ഥിയാണ്. 2 പേരും വീട്ടിലില്ലാത്ത സമയത്ത് വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്തെത്താനാണ് വിജയലക്ഷ്മിയോട് ജയചന്ദ്രൻ പറഞ്ഞത്. തുടർന്ന് ഇരുവരും അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം കരൂരിലെ വീട്ടിലെത്തി. സംസാരത്തിനിടയിൽ വിജയലക്ഷ്മിക്ക് മറ്റൊരാളുമായുള്ള അവിഹിതത്തെക്കുറിച്ച് ജയചന്ദ്രൻ ചോദിച്ചു. തുടർന്ന് വിജയലക്ഷ്മിയുമായി തർക്കം. കലിമൂത്ത ജയചന്ദ്രൻ ഒരു വെട്ടുകത്തിയെടുത്ത് വിജയലക്ഷ്മിയുടെ തലക്കടിച്ചു. താഴെ വീണ വിജയലക്ഷ്മി മരിച്ചുവെന്ന് ജയചന്ദ്രൻ കരുതി. തുടർന്ന് വിജയലക്ഷ്മിയെ വലിച്ചിഴച്ച് പറമ്പിലേക്ക് കൊണ്ടുപോയി. പോലീസ് പിടിയിലായ ജയചന്ദ്രൻ പറയുന്നത് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം തനിക്കില്ലായിരുന്നുവെന്ന്. എന്നാൽ തന്ത്രപരമായി വിജയലക്ഷ്മിയെ അമ്പലപ്പുഴയിലെത്തിക്കുകയും തുടർന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു എന്ന് പോലീസ് മനസ്സിലാക്കി. പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ വിജയലക്ഷ്മിക്ക് ജീവൻ തുടിച്ചു. ചെറുതായൊന്ന് അനങ്ങി. അപ്പോൾ വിജയലക്ഷ്മി മരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞ ജയചന്ദ്രൻ വെട്ടുകത്തി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും തലക്കടിച്ചു. ആസൂത്രിത കൊലപാതകത്തിന് തന്നെയാണ് ജയചന്ദ്രൻ നേരത്തെ പദ്ധതി തയ്യാറാക്കിയത് എന്ന് പോലീസിന് മനസ്സിലാക്കുന്ന സന്ദർഭങ്ങൾ. കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തിയും വിജയലക്ഷ്മിയുടെ സ്വർണ്ണാഭരണങ്ങളുമൊക്കെ ജയചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. മുറ്റത്ത് വെച്ച് കൊലപ്പെടുത്തിയ വിജയലക്ഷ്മിയുടെ മൃതദേഹം പിന്നീട് തൊട്ടടുത്ത് ഒരു കുഴിയെടുത്ത് അതിൽ മൂടി. അതിനു മുകളിൽ 3 തെങ്ങും നട്ടു. ജനസാന്ദ്രതയുള്ള ആ പ്രദേശത്ത് വെച്ച് എങ്ങനെ കുഴിയെടുക്കാൻ ജയചന്ദ്രന് കഴിഞ്ഞു? എങ്ങനെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വിജയലക്ഷ്മിയെ അവിടെ മൂടാൻ കഴിഞ്ഞു? വീടിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കുഴിച്ചിട്ടത്. വീട്ടിൽ നിന്ന് വെറും 5 മീറ്റർ അകലെ മാത്രം. ദൃശ്യം സിനിമയിൽ കണ്ടതുപോലെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടതിന് ശേഷം ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ഫോൺ കയ്യിലെടുത്ത് പുറത്തേക്ക് നടന്നു. പിന്നീട് ഒരു KSRTC ബസ്സിൽ ഈ ഫോൺ ഉപേക്ഷിക്കുകയായിരുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ പതിവ് പോലെ മീൻ പിടിക്കാനായി ബോട്ടിൽ കടലിലേക്ക് പോയി. കടലിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ തന്നെ കാത്ത് പോലീസ് നിൽക്കുന്നതാണ് ജയചന്ദ്രൻ കാണുന്നത്. വിജയലക്ഷ്മി വിവാഹ മോചിതയാണ്. മക്കളുമായും യാതൊരുവിധ ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. 2 ദിവസം വിജയലക്ഷ്മിയെ വാടക വീട്ടിൽ കാണാതിരുന്നതോടെ അയൽക്കാർ വിജയലക്ഷ്മിയുടെ സഹോദരിയെ വിളിച്ച് വിജയലക്ഷ്മി എവിടെയെന്നന്വേഷിച്ചു. തുടർന്നാണ് ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയത്. ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഫോണിലേക്ക് ജയചന്ദ്രൻ വിളിച്ച കോളുകളുടെ പൂർണ്ണ വിവരങ്ങൾ പറഞ്ഞുകൊടുത്തു. തുടർന്ന് ജയചന്ദ്രൻ വിജയലക്ഷ്മിക്ക് അയച്ച മെസ്സേജുകളും തിരിച്ച് വിജയലക്ഷ്മി ജയചന്ദ്രന് അയച്ച മെസ്സേജുകളുമൊക്കെ പോലീസ് ചോദിച്ചു.
ഇതോടെ താൻ പെട്ടു എന്ന് മനസ്സിലാക്കിയ ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയെന്നും അവരെ കുഴിച്ചിട്ട സ്ഥലം കാട്ടിത്തരാമെന്നും പോലീസിനോട് സമ്മതിക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപാണ് കൊലപാതകം നടന്നത്. മൃതദേഹം അഴുകിയ നിലയിലും പുറത്തെടുക്കുമ്പോൾ അതിരൂക്ഷമായ ദുർഗന്ധം പരന്നു. പൂർണ്ണമായി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. മുഖം അഴുകിയ നിലയിലും ശരീരത്തിലെ ത്വക്ക് പൂർണ്ണമായി വേർപെട്ട് തൂങ്ങിക്കിടന്നിരുന്നു. നവംബർ 6-നാണ് വിജയലക്ഷ്മിയെ കാണാതായതെങ്കിലും കരൂരിലെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ടും വീട്ടിലും അയൽപ്പക്കത്തുമൊക്കെ ആളില്ലാത്തതുകൊണ്ടും ജയചന്ദ്രൻ വിജയലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് പെട്ടെന്നാരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. 1.5 വർഷം മുൻപാണ് കരൂരിലെ വീട്ടിലേക്ക് ജയചന്ദ്രൻ താമസം മാറ്റുന്നത്. നാട്ടുകാരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്നില്ല. മൃതദേഹം പുറത്തെടുത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത് ഒരു അവിഹിത പ്രതികാരത്തിൻ്റെ ഭാഗമായി. ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ഇതെന്ന് വ്യക്തം. ഈ കൊലപാതകത്തിലും അതിനുശേഷം തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ ദൃശ്യം സിനിമ മോഡലിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.